അസ്സലാമലൈക്കും. ഈ കൊയ്യൂർ തണൽ മരത്തിൻ്റെ ജനറൽ ബോഡി യോഗത്തിൽ അധ്യക്ഷം വഹിച്ച എൻ്റെ സുഹൃത്ത് തയ്യിൽ ഉമ്മർ, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ അതിൻ്റെ ജനറൽ സെക്രട്ടറി സി എച്ച് മാനു, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത റംസീന മാഹിൻ, ആശംസ അർപ്പിച്ച പി മുജീബ് റഹ്മാൻ ഡോക്ടർ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകൾക്കും എൻ്റെ പേരിലും എൻ്റെ സംഘടന മലപ്പറമ്പിൻ്റെ റിലീഫ് കമ്മിറ്റിയുടെ പേരിലും ഞാൻ ആദ്യമായി എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം, പ്രിയമുള്ളവരെ, നമുക്കറിയാം, റിലീഫ് അല്ലെങ്കിൽ മറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള രൂപത്തിൽ പല ഭാഗത്തും ഒരു രസത്തിന് തുടങ്ങുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്, പല ഭാഗത്തും എടുത്തു പോകാറൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലപ്പറമ്പ് റിലീഫ് കമ്മിറ്റി ഏകദേശം ഒരു 4 നൂറ്റാണ്ട് പിന്നിടാൻ പോവുക, 24 വർഷം പിന്നിട്ടു. ഏതായാലും അതിൻ്റെ തുടക്കത്തിൽ 2 രൂപ വരിസംഖ്യ ഇനത്തിൽ തുടങ്ങിയിട്ടുള്ള ആ പരിപാടി ഇന്ന് ഒരു 50 രൂപ വരെ അതിന് വരിസംഖ്യ കൊടുക്കുന്ന 140ഓളം മെമ്പർമാരുണ്ട്. ഞങ്ങൾ നടത്തുന്ന പരിപാടിയിൽ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അത് കെടാതെ മാറി മാറി വരുന്ന കമ്മിറ്റി അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും ഈ കൊയ്യൂർ തണൽ മരത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു മനുഷ്യൻ ആകെ എല്ലാ ഗതിയും മുട്ടി കടത്തിന്റെ കയത്തിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങുമ്പോൾ ഞങ്ങളെ സംഘടനക്ക് ചെയ്യാൻ കഴിയുക ചെറിയൊരു ബലൂണ് വീർപ്പിച്ച് ഇട്ടുകൊടുക്കാനാണ് ഞങ്ങൾക്ക് കഴിയുക, അതല്ലെങ്കിൽ ഒരു സൈക്കിളിന്റെ ട്യൂബോ അങ്ങനെയൊക്കെ. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഈ സംഘടന കൊയ്യൂർ തണൽ മരം ശരിക്ക് ഒരു നാഷണൽ പെർമിറ്റ് ലോറിന്റെ വലിയ ട്യൂബൊക്കെ വീർപ്പിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ മുങ്ങിപ്പൊങ്ങുന്ന ആ അവസരമായ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തിൽ പറവകള് പാറിപ്പോകുമ്പോൾ ചിറകറ്റ് വീണ പോലെ അനങ്ങാൻ സാധിക്കാത്ത രൂപത്തിൽ കിടക്കയിൽ കഴിയുന്ന ആളുകൾ നമ്മുടെ പരിസരത്തൊക്കെ തന്നെ എത്രയോ ആളുകൾ, അവരൊക്കെ ഞങ്ങൾ നേരിട്ട് പോയി കാണാൻ ഈ സംഘടനയുടെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ രംഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്നേഹം നമ്മൾ പല രൂപത്തിലാണ് നമുക്ക് നമ്മളെ സ്നേഹത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ സ്നേഹം കാണുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അത് പലപ്പോഴായിട്ട് ഈ സംഘടനക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അത്തരം ഒന്ന് എണീൽക്കാൻ പോലും കഴിയാത്ത ആളുകളെ നമ്മൾ സമീപിക്കുമ്പോൾ അവരെ കണ്ണിൽ നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ആ സ്നേഹം എന്താണെന്ന് അവരെ കണ്ണിൽ കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടനാ പ്രവർത്തനവുമായിട്ട് ഞാൻ ഒട്ടേറെ കാലം എന്ന് പറഞ്ഞാൽ ഈ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളായിട്ട് ബന്ധപ്പെടാനും, അതുപോലെ അവരെ ചികിത്സ, രോഗിയെ പോയി ചെന്ന് കാണാനും, അവരെ സമാശ്വസിപ്പിക്കാനും, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾക്ക് എനിക്ക് ഈ സംഘടനക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയൊരു ആത്മാഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും നമുക്കറിയാം, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ വലിയ കുറച്ച് ആൾക്കാർ കൂടി തീരുമാനിച്ചാൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ചില രോഗികളെ ഞങ്ങൾ ഇപ്പോൾ ഈ സംഘടനക്കകത്ത് വന്നുകൊണ്ട് തന്നെ, എനിക്ക് ഈ സംഘടനക്കകത്ത് വന്നുകൊണ്ട് ഏറ്റവും വലിയൊരു മറക്കാനാകാത്ത അനുഭവം, രോഗികളെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് 1-2 ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ആ അവസരം ഉണ്ടായപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം
എനിക്ക് ഏറ്റവും വലിയ ഒരു ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അനുഭവമായി ഞാൻ അതിനെ കാണുന്നു. കാരണം നമുക്കറിയാം, ചിലപ്പോൾ ഒരാൾ മാത്രം പിടിച്ചാൽ ഒരു രോഗിയെ ഒരു ബാത്റൂമിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എണീറ്റ് നിർത്താനോ ഒന്നും കഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ കൂടെ ഒരാൾ മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം, അത് ഒരു വല്ലാത്ത പ്രയാസമാണ്. അതിൽ എനിക്ക് 1-2 രോഗികളെ ഈ സംഘടനൻ്റെ ഒരു പ്രതിനിധി എന്നുള്ളതിലേക്ക് എന്നെ സംഘടന അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും ആളുകൾ സംഘടനക്കകത്ത് തിരുവനന്തപുരത്ത് വരെ പോയി നിന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ റിലീഫ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ആളുകളുമായിട്ട് കണ്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രയാസങ്ങളിലും അനുഭവങ്ങളും എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടക്കം മുതൽ ഈ കാലം വരെ മറ്റ് വിദേശ രാജ്യങ്ങളിലോ മറ്റു സ്ഥലത്തൊന്നും പോയി തൊഴിലെടുത്ത് നാട് വിട്ടു പോകാത്ത ഒരാൾ എന്നുള്ള ആൾക്ക് ഒരിക്കലും എനിക്ക് ഈ രംഗത്തൊന്നും മാറി നിൽക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഏതായാലും ഞാൻ എന്നെ കുറിച്ചോ അല്ലെങ്കിൽ റിലീഫ് കമ്മിറ്റിയെ കുറിച്ചോ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം നമ്മളെ വിഷയം ഇന്ന് റിലീഫ് അല്ലെങ്കിൽ സഹായം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ മുഷലായിട്ട് എനിക്ക് ആ ഒരു വികാരത്തോടുകൂടി ഞാൻ സംസാരിക്കാൻ ഇടവന്നത്. ഏതായാലും ഈ പരിപാടി ഒരു തണൽ മരം നമുക്കറിയാം ഒരു വലിയ സംരംഭമാണ്. ഇപ്പോൾ ഈ ആധുനിക യുഗത്തിലാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈലും വാട്സപ്പും ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ഓരോരോ ആധുനിക യുഗം. ഈ യുഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വളരെ നല്ല ഒരു വിജയമാണ് കൈവരിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ എൻ്റെ സുഹൃത്ത് ഒരു 8-10 മാസം മുന്നേ അലവിക്കുട്ടി കൊയ്യൂര് എന്നോട് പറയണ്ടായി, കൊയ്യൂര് ഒരു തണൽ ഒരു ചെറിയ തൈ നട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ തൈ നട്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ തന്നെ അത് ഓരോ ദിവസം തോറും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം എനിക്കറിയാൻ കഴിഞ്ഞു. അതറിയാൻ കഴിഞ്ഞത് മറ്റു രൂപത്തിലല്ല. ഞങ്ങൾ സഹായമായിട്ട് ചില വീട്ടിൽ ചെല്ലുമ്പോൾ കൊയ്യത്തെ തണൽ മരത്തിൻ്റെ ആളുകൾ വന്നിരുന്നു, അല്ലെങ്കിൽ അല്ലസറിൻ്റെ ആളുകൾ വന്നിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങളും എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കിട്ടാൻ തുടങ്ങിയപ്പോൾ അത് ഓരോ ദിവസം അതിൻ്റെ ശാഖകളും ഇലകളിലും ശാഖകളിലും വരുന്ന വളർച്ച അല്ലെങ്കിൽ വ്യതിയാനം അതൊരു വലിയ മാറ്റമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം 14 ലക്ഷത്തിൽ പരം രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ജനറൽ ബോഡിക്കകത്ത് ഒരു വർഷത്തെ വരവ് ചെലവ് കണക്ക് റിപ്പോർട്ട് സെക്രട്ടറി വെക്കുമ്പോൾ സാധാരണ ഏകദേശം 2 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 1.25 ലക്ഷം റുപ്യ 1.5-2 അത്ര ഉള്ള ഒരു സംഖ്യയാണ് ഞങ്ങൾ റിലീഫായിട്ട് നൽകി വരാറുള്ളത്. അത്രയും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സാമ്പത്തിക സ്രോതസ് ഉള്ളതാണ്. ഏതായാലും ഞങ്ങൾ ഇത്ര വലിയൊരു സംരംഭം തുടങ്ങി അത് ആ വലിയ രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ രൂപത്തിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു തണൽ വൃക്ഷമാണ് നട്ടിട്ടുള്ളത്. ആ തണൽ വൃക്ഷം നമ്മുടെ മലപ്പുറം ജില്ലയിലെ പേരുകേട്ട നിലമ്പൂർ തേക്കിനേക്കാൾ കൂടുതൽ വളർച്ചയിലേക്ക് അല്ലെങ്കിൽ ഈ കൊയ്യൂരിനെ തന്നെ മാറ്റിമറിക്കുന്ന രൂപത്തിലേക്ക് കൊയ്യൂരിനെ ഒരുപക്ഷെ അറിയപ്പെടാൻ ഈ തണൽ മരം വലിയൊരു സംരംഭമായി മാറും. അത് തീർച്ചയാണ്. കാരണം ഞാനിപ്പോൾ ഇന്ന് 1-2 ആളുകൾ സംസാരിച്ചതൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് നല്ല എനിക്ക് ഇത്തരത്തിലുള്ള ഈ സംരംഭം അല്ലെങ്കിൽ ഇങ്ങനെ വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെ ഉള്ള ഒരു രൂപത്തിലേക്ക് ഞാൻ വളർന്ന ഒരാളല്ല. ഞാനൊരു സാധാരണ ഒരു ഫോൺ യൂസ് ചെയ്യുക, സാധാരണ സംസാരിക്കുക, അത്തരത്തിലുള്ള ഒരു
നാടൻ ഒരു പച്ചയായ മനുഷ്യനായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ്. ഞാൻ ഇങ്ങനെ ഒരു പിന്നെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പിന്നെ എന്തെങ്കിലുമൊക്കെ വരും. ആ നബിദിന പരിപാടിയൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ഒന്ന് എന്തെങ്കിലും വർത്താനം പറയും, അല്ലെങ്കിൽ ഒരു പാട്ട് പാടും. അങ്ങനെയൊക്കെയുള്ള എന്നെ കൊയർക്കാർ എത്രയേറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പിന്നെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിൽ നിന്ന് ഇതൊരു വലിയ പരിപാടിയാണ്. ഈ ഒരു വലിയ മഹത്തായ പരിപാടിക്ക് ഈ എളിയവനായ എന്നെ ക്ഷണിച്ചത് എനിക്ക് അതിയായ നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഈ സംഘടന ഇപ്പോൾ പിന്നെ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഇനിയും അത് വളരേണ്ടത് നമുക്ക് നാടിൻ്റെയും അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഒക്കെ ആവശ്യമാണ്. കാരണം അവസ്ഥത അനുഭവിക്കുന്ന ആളുകൾ നമുക്കറിയാം. നമ്മൾ മനുഷ്യരെ ഒട്ടേറെ ഉണ്ട്. നമ്മൾ മനുഷ്യർക്ക് നമ്മളൊരു ഇലക്ട്രോണിക് സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഫർണിച്ചർ സാധനങ്ങളോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി പേപ്പർ വരുത്തരും. പക്ഷെ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് ഒരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ജീവിതം നമ്മുടെ നാട്ടിലെ പിന്നെ കുട്ടികൾ, കുടുംബങ്ങൾ, പിന്നെ ഭാര്യ, അതുപോലെ ഉമ്മ, പപ്പ, പെങ്ങന്മാര്, എല്ലാവരും വിട്ടിട്ട്, എല്ലാ സൗകര്യങ്ങളും വിട്ടിട്ട്, ഇവിടെ സ്നേഹം എല്ലാ സൗകര്യവും വിട്ടിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ പിന്നെ ആയുസ്സിൻ്റെ പകുതി മുക്കാൽ ഭാഗം അവിടെ അധ്വാനിച്ച് ജോലി ചെയ്യുന്ന പ്രവാസികൾ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, അവര് പിന്നെ ഇവിടെ മരിക്കുമ്പോഴും അല്ലെങ്കിൽ ജനിക്കുമ്പോഴും ഒന്നും അവരിവിടില്ല. അവർ തീർച്ചയായിട്ടും അവരെ സ്വന്തം കുട്ടികളെ തന്നെ മര്യാദക്ക് പിന്നെ അവരെ മുഖം കാണാൻ, നേരിട്ട് കാണാനുള്ള പിന്നെ കുറെ കഴിഞ്ഞിട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവാസികളെ അല്ലെങ്കിൽ ആ പ്രവാസ ലോകത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുക. കാരണം അവർ പിന്നെ എല്ലാ അർത്ഥത്തിലും എല്ലാം വിട്ടെറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. അപ്പം അവർ ആ ജീവിതം സ്വന്തം, ഇപ്പോൾ നേരത്തെ ഞാൻ ഉദ്ഘാടന പുസ്തകത്തിൻ്റെ ചെറിയൊരു ഭാഗം കേട്ടപ്പോൾ നമ്മളെ റംസീനമ്മായും പറയണ്ടായി, സമയമായിട്ടില്ല, ഞാൻ ഒന്നും കൂടി ക്ലിക്കാട്ടെ, ക്ലച്ചിന് വിളിക്കട്ടെ, എന്നിട്ട് തുടങ്ങാം, പിന്നെ എന്നിട്ട് തുടങ്ങാം എന്നുള്ള, പലർക്കും തുടങ്ങണ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്നിട്ട് തുടങ്ങാം എന്നുള്ള ഒരു ചിന്താഗതി മനുഷ്യർക്ക് ഉണ്ടാവും. അങ്ങനെ പലവരും കരുതുന്നുണ്ടാവുമെന്ന് ആ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രാസംഗിക പറയണ്ടായി. അത് വളരെ സത്യമാണ്. കാരണം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കഴിഞ്ഞു, നമ്മുടെ എല്ലാ ജീവിത നിലവാരങ്ങളും മെച്ചപ്പെട്ട്, നമ്മുടെ എല്ലാ സൗകര്യങ്ങൾക്കും ഇഷ്ടം പോലെ പണം, മറ്റും എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരിക്കലും മറ്റൊരാളെ തിരിഞ്ഞു നോക്കാനും സഹായിക്കാനും നമുക്ക് സമയം കിട്ടൂല. അത് തീർച്ചയാണ്. കാരണം ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് വേറെ വേറെ പ്രശ്നം, നമ്മുടേതായ പ്രശ്നങ്ങൾ വരും. നമ്മൾ അതിൻ്റെ അഡിക്റ്റായിട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതുണ്ടാവും ഓരോ ദിവസം തോറും. അത് പിന്നെ നമ്മൾ അവസാനം ഖബറിലേക്ക് എത്തുന്നവരെ നമുക്ക് നമ്മുടേതായ ഒരു സിറ്റുവേഷനും നമ്മുടേതായ പ്രയാസങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും പിന്നെ സഫലീകരിക്കാനും അതുമായിട്ട് മുന്നോട്ട് പോകാനും നമുക്ക് പിന്നെ അതിനായിരിക്കും നമുക്ക് കൂടുതൽ സമയം കണ്ടെത്താനും നമ്മളെ പ്രയാസം കഴിഞ്ഞ് മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് സമയം കിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സംരംഭം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രവാസ ലോകം, അവർ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം സൗകര്യങ്ങളും ഒഴിവാക്കി ഈ കുളിരേകുന്ന ഈ നാടിനെ വിട്ട് ആ മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന അവരുടെ ഈ ഒരു ത്യാഗമനസ്ഥത അല്ലെങ്കിൽ അവർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ കൂട്ടായ്മ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ ഒരു 90% ആളുകളും 95% ആളുകളും പ്രവാസികളാണ്. അവരെല്ലാവരും കൂടി കൂട്ടായ്മയിലൂടെയാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കി. വളരെ നല്ല ഒരു സംരംഭമാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. അത് ഏത് തുടങ്ങണമെങ്കിലും നേരത്തെ റംസീൻ പറഞ്ഞ പോലെ തന്നെ ഏതിനും ഒരു അടിത്തറ വേണമല്ലോ. നേരത്തെ അവർ പറയേണ്ടതിൻ്റെ വാപ്പിയും ഉമ്മയൊക്കെ പിന്നെ എനിക്ക് ഒരു പ്രചോദനമായി എന്ന പോലെ തന്നെ ഞങ്ങൾക്കറിയാം. ഞങ്ങളിപ്പോൾ ഈ മുല്ലപ്പറമ്പിൽ ഈ MRC റിലീഫ് കമ്മിറ്റി തുടങ്ങി വെച്ചിട്ട് കൊല്ലങ്ങൾ കുറേ ആയെങ്കിലും അതിൻ്റെ ശാഖയായിട്ട് ഇപ്പോൾ മുല്ലപ്പറമ്പിൽ തന്നെ ഒരു തണൽ സാംസ്കാരിക സംഘം ഉടലെടുത്തിട്ടുണ്ട്. അവരും ഞങ്ങൾ പോയ സ്ഥലത്തേക്ക് അവരും ഞങ്ങൾ ചെന്നതിൻ്റെ പിറ്റേന്ന് അല്ലെങ്കിൽ അവർ പോയതിന് ശേഷം ഞങ്ങളോ അങ്ങനെ ആ രൂപത്തിലേക്ക് അവരും ചെയ്യുന്നത് ഇതൊക്കെ തന്നെ. പിന്നെ സഹായിക്കുക,
ആളുകൾക്ക് സാമ്പത്തികമായിട്ട് എത്തിച്ചു കൊടുക്കുക. അവർ പ്രയാസപ്പെടുന്ന ഒരു നേരം ഇപ്പം നമുക്കറിയാം, ഒരു ഗുളിക വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങണമെങ്കിൽ എത്ര രൂപ ആണെന്നുള്ള ഓരോ രോഗത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ തന്നെ മാനേജ് ചെയ്ത് പോകാൻ പിന്നെ വേറൊരു ഗതിയില്ലാതെ നട്ടം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഗുളിക വാങ്ങാനും മരുന്ന് വാങ്ങാനും നമ്മുടെ പൈസ പിന്നെ ഉപകരിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ ഇന്ന് ഇവിടെയും നാളെ മറ്റൊരു ലോകമുണ്ടെങ്കിൽ അവിടെയും തീർച്ചയായിട്ടും അത് ഉപകരിക്കും. അത് ഒരിക്കലും പായായി പോവില്ല. ഇതൊരു നമുക്ക് ഇപ്പം എന്താ പറയുക, ഒരു വലിയൊരു മേള നടത്തിയിട്ട് പിന്നെ അതിൽ കൊട്ടിഘോഷിച്ച് കുറേ ആളുകളെ അറിയിച്ച് അത്തരത്തിൽ പിന്നെ പേരും പ്രസക്തി എടുക്കാനുള്ളതല്ല എന്നുള്ളത് ഞാൻ കുറെ മുന്നേ മനസ്സിലാക്കിയതാണ്. നമ്മൾ പിന്നെ നമുക്ക് അറിയാം, വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല, ആ രൂപത്തിലേക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തതും അല്ലെങ്കിൽ ചെയ്തതും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അത് എല്ലാവരും മനസ്സിലാക്കണം. കാരണം ഞങ്ങൾ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ഒരു നാളെ അതൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ അവസരത്തിൽ ഞങ്ങൾ അത്ര കൊടുത്തു ഇത്ര കൊടുത്തു എന്നൊന്നും ഞാൻ പറയില്ല. തീർച്ചയായിട്ടും അത് പറയാനും പാടില്ല. ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും, കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നല്ല, അതിലപ്പുറം ഈ ഒരു വർഷം കൊണ്ട് 14 ലക്ഷം രൂപ സമാഹരിച്ച് ആളുകളെ കയ്യിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ പേഴ്സണാലിറ്റി കാര്യങ്ങൾക്കല്ലല്ലോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്കും ഉപകരിക്കുന്ന രൂപത്തിലേക്ക് ശരിക്കും ചെക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പിന്നെ അത് നല്ലൊരു ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും എനിക്ക് അത് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കൊയൊരു തണൽമരം പിന്നെ ചെയ്തു, അവരെത്ര വന്നു ഇത്ര വന്നു തന്ന് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഏതായാലും ഈ തണൽമരം വലിയ രൂപത്തിലേക്ക് വലിയ പന്തലിച്ച് നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ ഇവിടെ നടത്തുന്ന പ്രവർത്തനത്തിന് ഒരു പരിധിയുണ്ട്. അതിൽ ഇവിടെ സാധാരണ ആളുകളെ അല്ലെങ്കിൽ ഒരാളെ പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ വരിസംഖ്യ ഞങ്ങൾക്ക് ആകെയുള്ള പിന്നെ സ്രോതസ് എന്ന് പറഞ്ഞാൽ ഈ വരിസംഖ്യ അതിനകത്ത് കിട്ടുന്നത്, അതുപോലെ തന്നെ നേർച്ച കുറി ഒരു ആഴ്ചക്കുറി നടത്തുന്നു, അതിൽ നിന്നൊരു സംഖ്യ 1.5 ലക്ഷം റുപ്യൻ്റെ കുറിയാണെങ്കിൽ ഒരു 75,000 റുപ്യ ഒക്കെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് MRC വാടക സ്റ്റോർ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഈ 3 വരുമാനം മാത്രം പിന്നെ സ്വരൂപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രവാസികൾ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട്. നമ്മളെ വാടക സ്റ്റോർക്ക് പിന്നെ ചെയർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ യൂണിഫോം കൊടുക്കുന്ന പരിപാടി നടത്തുമ്പോൾ അതിലേക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അതിലൊക്കെ പെട്ട ആളുകൾ ഈ കോയർ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ സഹായിച്ചതും പിന്നെ നൽകിയതൊക്കെ തന്നെ സർവശക്തനായ തമ്പുരാൻ നാളെ അതൊരു നമ്മുടെ നല്ലതിൻ്റെ കനം തൂങ്ങുന്ന ആ കനത്തിൻ്റെ ഏടിലേക്ക് വരും. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ എത്ര കണ്ട് പിന്നെ നമുക്ക് കഴിയുന്നോ മറ്റൊരാളെ സഹായിക്കും. ഞാൻ ഈ സമയത്തിൽ ഒരു ചെറിയൊരു കാര്യം, ഒരു ചരിത്രം അല്ലെങ്കിൽ പോലും എവിടുന്ന് വായിച്ചൊരറിവാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരാളോട് ചോദിച്ചു, പിന്നെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ള ആളുകളാ അല്ലെങ്കിൽ മരിച്ച ആളുകളാ കൂടുതൽ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ആൾ പറഞ്ഞു തീർച്ചയായിട്ടും മരിച്ച ആളുകളാണ് കൂടുതൽ. അതെന്താ അങ്ങനെ പറഞ്ഞു വെച്ചു? ഇത് മരിച്ച ആളുകളെക്കാളും കൂടുതൽ ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ആളുകളാണെന്നാണ് അതിലെ കണക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയണ്ടായി, ഒരാളെ മറ്റൊരാൾ സഹായിക്കാത്ത അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത ഒരു റോഡരികൊക്കെ എടുക്കുന്ന ഒരാളെ അല്ലെങ്കിൽ മറ്റു ഏത് രൂപത്തിലും നമുക്ക് തിരിഞ്ഞു നോക്കാത്ത തന്നെ പറയാം, മറ്റൊരാളെ തിരിഞ്ഞു നോക്കാത്ത അവനെ ശ്രദ്ധിക്കാത്ത ഒരാൾ ഒക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ മരിച്ച ഗണത്തിലാണ് ഞാൻ കൂട്ടിയിട്ടുള്ളതെന്നാണ് ആ ബുദ്ധിജീവിയായ ആ മനുഷ്യൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ സഹജീവികളായ സഹപ്രവർത്തകരെ നമ്മൾ എത്ര കണ്ട് നമ്മുടെ കൂടപ്പുറപ്പുകളെ പോലെ, നമ്മളെ പിന്നെ അനുജനെ പോലെ, നമ്മളെ മറ്റു ബന്ധുക്കളെ പോലെ, അമ്മക്കുറ്റവരെ പോലെ നമ്മൾ സഹായിക്കാൻ ഇത്തരം സംരംഭങ്ങൾ കൂടി ആവും എന്നുള്ളത് തീർച്ചയാണ്. കാരണം പിന്നെ 2 ആളുകൾ പറ്റ കുഴഞ്ഞു കിടന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. ഒന്ന് ചോലക്കൊണ്ടിലും ഒന്ന് ആട്ടേരിയിലും. അവർക്ക്
പിന്നെ അവർ ആ രോഗശയ്യോടുകൂടി ഇപ്പോൾ അടുത്ത കാലത്ത് ഒരാൾ 1 വർഷമായി, ഒരാൾ 1.5 വർഷമായി മരിച്ചിട്ട്. ഒരാൾ ആക്സിഡൻ്റ് ആയതാണ്, ഒരാൾ തേങ്ങാക്കൊട്ടയിട്ട് വീണിട്ട് നടുമുറിഞ്ഞ്. അവരൊക്കെ വീട്ടിൽ ഞാൻ 3, 4, 5 തവണ ഞാൻ പോയിട്ടുണ്ട്. എത്ര തവണ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പുത്തനാർക്കൽ പിന്നെ നവതാര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഒരു വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ സംഘടനൻ്റെ ഭാഗമായിട്ടും കൂടി ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങളും പോയിട്ടുണ്ട് ഒട്ടേറെ. അപ്പോൾ അവിടെ പോയപ്പോൾ അദ്ദേഹം നല്ല സംസാരിക്കുന്നതിനോ ബുദ്ധിക്കോ അയാൾക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അയാൾക്ക് നീക്കാൻ കഴിയില്ല. അത്രക്കും പ്രയാസപ്പെട്ട് പിന്നെ പാടത്ത് വരുമ്പോൾ കൂടി തേങ്ങ കൊട്ടയിട്ട് പോയപ്പോൾ വീണായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്നേഹം ഞാൻ കണ്ടത്. അദ്ദേഹം പിന്നെ അനങ്ങാൻ കഴിയാത്ത രൂപത്തിൽ കിടക്കുന്ന ആ അത്തരം രോഗികളെ കാണാനും അവരുമായി സംസാരിക്കാനും അവരെ തലോടാനും അവരെ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് സന്ദർശിക്കാനുമെങ്കിലും ഈ സംഘടനക്കകത്ത് വന്നുകൊണ്ടും അല്ലെങ്കിൽ ഈ ഇത്തരം പിന്നെ സംരംഭങ്ങൾ കൂടിയേ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി. അതൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഈ പിന്നെ വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ള ആളുകൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, ഇവരൊക്കെ തന്നെ ഇനി ഭാവിയിൽ നല്ലൊരു സംരംഭം, അതായത് വരുന്ന ആളുകളിൽ ഇതിനെ ഒന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ കുറച്ചും കൂടി ആളുകളൊക്കെ തന്നെ ബന്ധപ്പെട്ട് ഇത് നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങളിപ്പോൾ പുതിയ ആധുനിക യുഗത്തിലും ആധുനിക ടെക്നോളജി രംഗത്തുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നെ ഈ രംഗത്ത് പരസ്പരം ബന്ധപ്പെടാൻ മതി. ഇന്നത്തെ നിങ്ങളുടെ ജനറൽ ബോഡി തന്നെ അതിന് തെളിവാണ്. നിങ്ങൾ പല ആളുകളും പല ഭാഗത്തും നിൽക്കുകയാണ്. എന്നിട്ട് പോലും 140 അല്ലെങ്കിൽ 150ഓളം വരുന്ന മെമ്പർമാർ കൂടി ഒരു ജനറൽ ബോഡിയാണ് ഇന്ന് നടക്കുന്നത്. ഈ ജനറൽ ബോഡിക്ക് എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും നല്ലൊരു ജനറൽ ബോഡിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എനിക്കൊരു നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരനാണ്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. അത്തരത്തിൽ ഒരു സംഘടനയാണ് നിങ്ങളുടെ ഈ സംരംഭം. ഈ സംരംഭത്തെ സർവശക്തനായ തമ്പുരാൻ എക്കാലത്തും കെടാവിളക്കായിട്ട് ഈ കാത്തു സൂക്ഷിക്കട്ടെ. അത് കെടാവിളക്കായിട്ട് തലമുറ കൈമാറിക്കൊണ്ട് അതിനെ കൊയൽ തണൽമരം ഒരു വൻ വൃക്ഷമായിട്ട് ഈ ലോകമൊട്ടുക്ക് അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറും. ഇപ്പോൾ തന്നെ പല ഭാഗത്തും ഈ കൊയൽ തണൽമരം വലിയ പ്രസക്തിയാണ്. ഞാൻ ഒരു ചെറിയ ബാനർ കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു ബാനർ ഇറക്കേണ്ടായി. തെക്കേക്കുളമ്പിലും മുല്ലപ്പറമ്പിലും അതുപോലെയുള്ള പൊട്ടിപ്പാറ ഭാഗത്തൊക്കെ കണ്ടു. അപ്പോൾ ആ ബാനറിൻ്റെ അകത്ത് കൊടുത്തിട്ട് പിന്നെ ആ ഒരു ഇത് വായിച്ചാൽ തന്നെ തീർച്ചയായിട്ടും നല്ല ബുദ്ധി, ആ ബാനർ തീർച്ചയായിട്ടും നമ്മൾ വായിച്ചാൽ തന്നെ അറിയാം. അതിൽ പിന്നെ എഴുതിയിട്ടുള്ള വേർഡുകൾ വായിച്ചാൽ അറിയാം. ഒരു സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ മനസ്സിലാക്കാൻ കഴിയും. അതൊരു പിന്നെ രാഷ്ട്രീയ അതിപ്രസരം ബാധിച്ച് മനുഷ്യരെ തമ്മിൽ തിരിച്ചറിയാൻ അല്ലെങ്കിൽ പിന്നെ ബന്ധപ്പെടാൻ ഒരു പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അന്യോന്യം സംസാരിക്കാതെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ആ ഒരു ബാനറിനെ പിന്നെ ഞാൻ കാണുന്നു. അത് നല്ലൊരു പിന്നെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊരു വലിയ കാര്യമായിട്ട് എന്നെപ്പോലത്തെ ഒരു പ്രവർത്തകൻ അതിനെ നോക്കിക്കാണുന്നു. ഏതായാലും ഞാൻ സുദീർഘമായി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇനിയും ഒരുപാട് പറയാനുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഞങ്ങളായ ആളുകൾ ആരും തന്നെ ഞാൻ അറിയാത്ത ആളുകളല്ല. എനിക്കറിയാവുന്ന എൻ്റെ പരിചയക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ആത്മാർത്ഥമായ എന്താ പറയുക സഹപാഠികൾ, സഹപ്രവർത്തകർ ഒക്കെയാണ്. അവരൊക്കെ എന്നെ ഒരു നല്ല ഒരു രൂപത്തിൽ കാണുകയും ഇത്തരത്തിലുള്ള വലിയൊരു പരിപാടിക്ക് ആശംസ പറയാൻ നമ്മൾ പിന്നെ അംസുറ്റാക്കാൻ ക്ഷണിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും എൻ്റെ സ്വന്തം നിലയ്ക്ക് ഞാൻ അറിയിക്കുന്നതോടൊപ്പം MRC മുല്ലപ്പറമ്പിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക്
ഈ ഞങ്ങളുടെ സംഘത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ തണൽ മരം കൊയ്യൂര് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നായി എല്ലാ മേഖലയിലും പന്തലിച്ചു നിൽക്കുന്ന ഒരു വൻ വൃക്ഷമായി ഇത് നിലകൊള്ളട്ടെ. ഇത് എല്ലാവർക്കും തണലേകട്ടെ, എല്ലാ വിഭാഗ ആളുകൾക്കും എത്തിപ്പെടട്ടെ. കുറച്ചും കൂടി വിപുലീകൃതമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ ഈ സംഘത്തിനാവട്ടെ. വരുന്നാളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സംഘത്തിൽ ഇപ്പോൾ ഉള്ളതിലേറെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ ഉതകുന്ന ആളുകൾ രംഗത്ത് വരും. തീർച്ചയായിട്ടും ഇത് നല്ലൊരു സംരംഭമായി മാറും. അതിനുള്ള എല്ലാവിധ ആശംസകളും സർവശക്തനായ നല്ലതിനെ എപ്പോഴും നല്ല കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിക്കും. നമ്മൾ മടിച്ചു നിൽക്കാതെ ഏത് കാര്യവും നമ്മൾ എത്ര കണ്ട് ഒരു പരിപാടിയുമായി മുന്നോട്ട് അല്ലെങ്കിൽ അടുക്കുന്നുവോ അത്ര കണ്ട് നമ്മളോടും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മളോട് മാറ്റി ബന്ധപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെട്ട ഈ ഉദ്യമം അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു തണൽമരം എന്ന് പറഞ്ഞ ഒരു വൃക്ഷം നട്ടിട്ട് ആ തണൽ മരത്തിൻ്റെ ആ ഒരു തണല് എല്ലാ അവസ്ഥ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ഒരു നേരത്തെ അന്നത്തിനും അല്ലെങ്കിൽ ഒരു നേരം മരുന്ന് വാങ്ങാനും ഗതിയില്ലാത്ത കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ജനവിഭാഗത്തിന് നിങ്ങളുടെ ഈ കൈത്താങ്ങ് ഒരു കൈത്താങ്ങായിട്ട് അല്ലെങ്കിൽ ഒരു തണലായിട്ട് അത് മാറട്ടെ. അത് മാറാനുള്ള എല്ലാവിധ അവസരങ്ങളും നിങ്ങളുടെ ഭാഗത്തുണ്ട്. അത് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ എളിയവനെ ഈ ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും.